വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂളുള്ളൊരു ദിവസമാണ്. ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളെന്ന് നോക്കാം. രാവിലെ ഞാൻ എന്താ കഴിച്ചിട്ട് സ്കൂളിലേക്ക് ഇറങ്ങി. നമുക്കിവിടെ നിന്ന് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഈവനിങ് സ്നാക്സും ടീയും എല്ലാം ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. രാവിലെ തന്നെ ഇത് അസംബ്ലി തുടങ്ങി. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, വേറൊന്നല്ല, ബാഗ്ലെസ് ഡേ ആണ്. ഇന്ന് നമ്മുടെ കുട്ടികൾ വളരെ ഹാപ്പിയാണ്. അവർക്കിന്ന് ബാഗില്ല, പുസ്തകങ്ങളില്ല, പഠിക്കണ്ട, അതുതന്നെയാണല്ലോ അവരുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ കുട്ടികൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ചെയ്യാനായിട്ട്. അതിനോടൊപ്പം അവർ വളരെ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ ഡ്രഗ്സിനെതിരായിട്ടുള്ള 3 സ്കിറ്റുകളും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ടുള്ള അവരുടെ പ്രാക്ടീസാണ്. അപ്പോൾ അവർ വളരെ നന്നായിട്ട് തന്നെ അതൊക്കെ ചെയ്തു. നമ്മുടെ സ്കൂളിൽ എല്ലാ മാസവും ലാസ്റ്റ് ഡേയിൽ നമ്മൾ ബാഗ്ലെസ് ഡേ വയ്ക്കും. അന്ന് അവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അവർ ഫുള്ള് ബിസി ആയിട്ടുള്ളൊരു ഡേ ആണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒന്നുമില്ല. ഡെയിലി സ്കൂളിൽ പോകണം, ആ ഒരു റൊട്ടീനിൽ നിന്ന് ഒരു ചേഞ്ചും ഇല്ല. സ്കൂളിൽ പോകണമെന്ന് മാത്രമല്ല, ഡെയിലി പഠിക്കണം, എഴുതണം, ക്ലാസ്സുകളുണ്ടാവും. ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് സ്കൂളുകളിൽ ഇങ്ങനെ ബാഗ്ലെസ് ഡേ ഒക്കെ ഉണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഒരുപാട് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു ഡേ കൂടിയാണ്. അത് അസംബ്ലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് ലൈബ്രറിയിലേക്ക് വന്നു. കുറേ നാളായിട്ട് വായിക്കണമെന്ന് വിചാരിച്ചൊരു പുസ്തകമാണ് റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ്. അപ്പോൾ അതൊക്കെ എടുത്തു. അതുപോലെ ഞാൻ വായിച്ചെപ്പോഴോ ബാക്കി നിർത്തിയൊരു പുസ്തകമാണ് MTയുടെ 4 കെട്ട്. അപ്പോൾ അതും ഒന്ന് എടുത്തു. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നേരെ വന്നത് ഹട്ടിലേക്കാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ പതുക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. ഡോക്ടേഴ്സ് ഡേ വരുന്നതുകൊണ്ട് അതിൻ്റെ കാർഡ് മേക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കളർ ചെയ്യാനും വരയ്ക്കാനും കട്ട് ചെയ്യാനും ഒക്കെ അവർ വളരെയധികം സന്തോഷമായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്ന് കുറച്ച് നേരം അവരെ കളിപ്പിച്ചു. പിന്നെ നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് മെഹന്തി കോമ്പറ്റീഷൻ. ഈ ഫ്ലോറിൽ നിറയെ കുട്ടികളായിരുന്നു. അവരിങ്ങനെ മെഹന്തി കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും ഇതൊക്കെയാണ് അവർ ചെയ്ത മെഹന്തി. അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടുണ്ടായിരുന്നു, അതിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അവരുടെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം എത്ര ഹാപ്പിയാണെന്നുള്ളത്. അപ്പോൾ പഠനവും പുസ്തകങ്ങളൊക്കെ ഒരു സൈഡിലുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ഡേ അവർ വളരെ ഹാപ്പിയാണ്, എൻജോയ് ചെയ്യുന്നൊരു ദിവസമാണ്. കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഡേ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ സ്നാക്സും അതുപോലെ തന്നെ ജ്യൂസൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ഒരാൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ആദത്തിനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മേലൊക്കെ കഴുകി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ കോമ്പിനേഷൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? പുട്ടും കടല റോസ്റ്റും അതുപോലെ പപ്പടവും പിന്നെ നമ്മുടെ കൊള്ളി വറുത്തതും, ഇതാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ആദി വന്നു. ആദവും കൂടി നല്ല കളിയായിരുന്നു, ഓടിച്ചിട്ട് തല്ലി കളിക്കുകയായിരുന്നു. പിന്നെ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇത് നമ്മളുടെ പുതിയ ചെടിയാണ്. അത് ഇത്രയും ഇങ്ങനെ പടർന്ന് കയറിയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ, കാരണം ഞാനിതിനെ നോക്കിയിരിക്കുകയാണ് ഇത് എങ്ങനെയാവും എന്നുള്ളത്. പിന്നെ ഇത് നമ്മുടെ സ്വന്തം മണി പ്ലാന്റ് ആണ്. അത് താഴെ വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കണം. അപ്പം അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.